ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയറും പിന്നെ നമ്മളുടെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവരെ നിങ്ങൾക്കറിയാം, നമ്മുടെ മറ്റ് യൂട്യൂബ് ചാനലിലെ അനയാസ് ഡ്രീം വേൾഡ് അതിലെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി നമുക്ക് വേണ്ടി കേക്ക് തയ്യാറാക്കുവാണ്. അപ്പോൾ ഒരു കേക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കേക്കായി മാറിയിട്ടുണ്ട്. ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞിട്ട് 2 സെക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് മേക്കിംഗ് കഴിഞ്ഞിട്ട് ഇവരുടെ കോലം കണ്ടാൽ ഇവരെ ഏതെങ്കിലും വലിയ തടാകത്തിൽ കൊണ്ടിട്ട് അലക്കി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. കേക്ക് ആദ്യം ഉണ്ടാക്കി കൊടുത്താലോ? അപ്പോൾ ആർക്കും പരാതി ഒന്നും വേണ്ട. 2 കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ താഴെ നല്ല തണുപ്പടിച്ചിട്ടാണ് നമ്മൾ മേളിൽ കയറിയത് കേട്ടോ. കുറേ തുണികൾ അലക്കിയിട്ടിട്ടുണ്ട്, ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല. സൂര്യൻ നല്ല സമരത്തിലാണെന്നാണ് തോന്നുന്നത്. കക്ഷിക്ക് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തണുത്ത് വിറച്ച് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ താഴേക്ക് പോകാൻ തീരുമാനിച്ചു. താഴെ എത്തിയപ്പോഴാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് അയച്ച ഗിഫ്റ്റ് എത്തിയിരിക്കുന്നത്. ഗിഫ്റ്റല്ല, ബോക്സ് ഓപ്പണിങ്ങിലാണ് സൂചിട്ട്. അപ്പോൾ നന്നായിട്ട് കെട്ടിമുറിക്കാണ് അച്ഛൻ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഇത് അഴിച്ചെടുത്തത് കേട്ടോ. ഒരിക്കലും അഴിഞ്ഞു പോകരുത്, ഇവിടെ എത്തിയിട്ട് നമ്മൾ തന്നെ അഴിച്ചെടുക്കണമെന്നുള്ള രീതിയിലാണ് കെട്ടിമുറുക്കി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പണിംഗ് ഒക്കെ ചെയ്തു. അത് നോക്കി എന്തെല്ലാം ഐറ്റംസ് ആണെന്ന് ആദ്യം തന്നെ പോരട്ടെ. നമ്മുടെ ബീട്രൂട്ടിൻ്റെ പക്കാവടയാണ് കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, കപ്പ ചിപ്സ് ഉണ്ടായിരുന്നു, മിക്സറുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ട്, ഡബിൾ അച്ചാറുണ്ടായിരുന്നു. ഇത് കുടങ്ങൽ എന്തോ വെച്ചിട്ട് എന്തോ മരുന്നുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നെയ്യ്, അങ്ങനെ ഉണക്കമീൻ, ഹൽവ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പക്കാവട കട്ട് ചെയ്യുകയാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ പക്കാവടയാണ്. ഇതിൻ്റെ റെസിപ്പി ഉടനെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ബീട്രൂട്ടിൻ്റെ പക്കാവടയാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എല്ലാവരും കഴിച്ചു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രിയിലേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. പാത്രത്തിൻ്റെ സൗകര്യം കൂടുതൽ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ ചെയ്തെടുത്തത്. അങ്ങനെ ബിരിയാണിയൊക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. നാട്ടിലെ പോലെ വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ തയ്യാറാക്കി. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ പാത്രത്തിനറിയത്തില്ലല്ലോ എത്ര വേണമെന്ന്. അതുകൊണ്ട് കുറച്ച് സൗകര്യം കുറവാണെങ്കിലും ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അടിപൊളി ബിരിയാണി, നല്ല കളർഫുള്ളായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നല്ല തണുപ്പായതുകൊണ്ട് മേളിൽ കുറച്ച് തീ കായാനായിട്ട് പോകുന്നുണ്ട്. അവിടെ എല്ലാവരും കൂടെ കൂട്ടും കൂടി ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ന്യൂ ഇയറിൻ്റെ പടക്കം പൊട്ടുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ചിരട്ടക്കുട്ടികൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. നമ്മൾ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യണം, ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതാ ഒരു കുട്ടിക്കുരങ്ങൻ മേളിൽ കയറി ഇരുന്നിട്ട് തല്ലി പൊളിക്കുന്നുണ്ട് തലയൊക്കെ. ഒരാൾ വലിയ ക്ഷീണത്തിലായിരുന്നു, അങ്ങനെ നേരത്തെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അതിഥിയാണ്.
മണാലിയിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടിക്കുരങ്ങൻ എന്താ അടുത്ത തലയിലേക്ക് ചാടി കയറിയിട്ടുണ്ട്. മറ്റേ തല തല്ലി പൊളിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും നിന്ന് കഥയൊക്കെ പറഞ്ഞു. അവനെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ ഞെക്കി പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് രണ്ടുപേരുടെയും ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കേക്കിലങ്ങ് തീർക്കുവാണ്. അപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു, ന്യൂ ഇയർ കേക്കും കട്ട് ചെയ്തു. അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി. അടിപൊളി ഒരു മോതിരമായിരുന്നു. അങ്ങനെ നമ്മൾ പുതുവർഷത്തെ വരവേറ്റു. നാട്ടിൽ നിന്നെല്ലാം കോളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു അന്നത്തെ ദിവസം. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമേ. ബായ്.